നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ആവേശോജ്വല വരവേൽപ്പ്. ശുചീന്ദ്രം 300 ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയുടെ ഒന്നാം ദിനം കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. കേരള തമിഴ്നാട് പോലീസ് സേനയുടെ ഔദ്യോഗിക ബഹുമതിയോടെ ആരംഭിച്ച യാത്രയ്ക്ക് നാടെങ്ങും സ്വീകരണം. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം കൊട്ടും കുരവയും വായ്ത്താരിയുമായി 300 പല്ലക്കിലേറിയതോടെ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. പുറത്തെഴുന്നള്ളിയ അമ്മ ആദ്യം ശുചീന്ദ്രം സ്ഥാണുമലയസ്വാമി ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്തു. തുടർന്ന് കേരള തമിഴ്നാട് പോലീസ് സേനകൾ സംയുക്തമായി ഗാർഡ് ഓഫ് ഓണർ നൽകി യാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ശുചീന്ദ്രത്തെത്തി. കേരളത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ മുഹൂർത്തത്തിൽ നിന്നാണ്. അതാണ് ഏറ്റവും വലിയ. രാജഭരണമുണ്ടായിരുന്ന കാലത്ത് വളരെ ശക്തമായി നടക്കുകയും അതിനുശേഷം പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ എല്ലാം യൂണിയൻ ഇന്ത്യൻ യൂണിയൻ ഉണ്ടാവുന്ന സമയത്ത് അതിനകത്ത് ചില ശോഷിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള 2 സംസ്ഥാനങ്ങളും ഗവൺമെൻറ്റുകൾ ഇതിനെ ആദരിക്കുന്നു, ആചരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ജനകീയതയാണ്. രാവിലെ 6:45 പുറപ്പെട്ട യാത്ര ഉച്ചയോടെ നാഗർകോവിൽ താണ്ടി പാർവതിപുരം പിന്നിട്ട ശേഷം ഉച്ചഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് യാത്ര ആരംഭിച്ചു. ഘോഷയാത്ര പിന്നിടുന്ന സ്ഥലങ്ങളിലെല്ലാം ഭക്തർ അമ്മയ്ക്ക് വലിയ സ്വീകരണങ്ങളാണ് ഒരുക്കിയത്. വൈകിട്ട് 6 മണിക്ക് കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തിയ ഘോഷയാത്രയെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്ര പരിസരത്ത് പല്ലക്ക് സ്ഥാപിച്ച് ആരതി ഒഴിഞ്ഞ് അമ്മയെ കുടിയിരുത്തി. ഇതോടെ വിഗ്രഹ ഘോഷയാത്രയുടെ ഒന്നാം ദിനം സമാപിച്ചു. നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തിയ 300 ദർശനത്തിനായി 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത്. வருஷம் இந்த டைமில் 6:30 மணி அந்த டைமில் இங்கே வருவாங்க. அதை பார்க்கறதுக்கே நமக்கு ரொம்ப பெருமையாக இருக்குது, அழகாக இருக்குது. அம்மாவோட அந்த தர்சனம் நமக்கு கிடைச்சதில் ரொம்ப பாக்கியம். വർഷത്തിലൊരിക്കൽ ഒരു ചുറ്റാമേണ്ടി വരുന്നു. അത് കാണുമ്പോൾ ഇത് ഭയങ്കര സന്തോഷം. ഇത് നല്ല സന്തോഷം. എനിക്ക് ഇവിടെ വന്ന് അമ്മയെ കണ്ടതിൽ വളരെ സന്തോഷം. ഇന്ന് പ്രദോഷവും നല്ലൊരു ദിവസവും ആയതുകൊണ്ട് നീലകണ്ഠസ്വാമി കോവിലിൽ എല്ലാം നല്ല ജനങ്ങളുടെ തിരക്കും കൂടുതലായിട്ടുണ്ട്. ഇത് കണ്ടതിൽ വളരെ സന്തോഷമാണ്. നാളെ രാവിലെ വേളിമല കുമാരസ്വാമിയും 300 പത്മനാഭപുരം ക്ഷേത്രത്തിലെത്തും. അവിടെ നിന്ന് ആചാരവിധി പ്രകാരം ഉടവാൾ സ്വീകരിച്ച് സരസ്വതി ദേവിയെ ആനപ്പുറത്തേറ്റി ആനന്ദപുരം ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കും. ജനം, തിരുവനന്തപുരം.